ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന എല്ലാ വാർത്തകളുടെയും സമഗ്ര റിപ്പോർട്ടുകളും ഒപ്പം ഏറ്റവും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നമ്മൾ ആരംഭിക്കുന്നു 1 PM ന്യൂസ്. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഞാൻ അസദ സഹീർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. കൊട്ടിക്കയറുന്ന തെരഞ്ഞെടുപ്പ് ആവേശം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗിലേക്ക് തന്നെയാണ് ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് 24-നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ഗ്രൗണ്ട് സീറോയിലായിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായ കടകംപള്ളി സുരേന്ദ്രന്റെ തുറന്നു പറച്ചിൽ. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം പ്രതിപക്ഷവും BJPയും ചർച്ചയാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം ഉയർന്ന ശേഷം ഇതാദ്യമായാണ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന വിധത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഉയർത്തുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ശരിയെന്ന് പറയും. താൻ മന്ത്രിയായിരുന്ന കാലത്ത് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളെന്നും കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാവും വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ രംഗത്തെത്തി. സ്വർണം കട്ടവർ നിയമസഭയിലേക്ക് എത്തില്ല. ആദ്യം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഇപ്പോൾ അതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡിൽ മന്ത്രി? എന്തിനാ ദേവസ്വം ബോർഡ് മാത്രം പോരെ? അപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ കഴക്കൂട്ടത്ത് ചർച്ച ചെയ്യും. ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കരുതെന്ന് കഴക്കൂട്ടത്ത് NDA സ്ഥാനാർത്ഥി V മുരളീധരനും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. പിന്നെ വീണ്ടും അങ്ങനെ ഒരാളെ ജനപ്രതിനിധിയായിട്ട് ചുമതല ഏൽപ്പിക്കാൻ ജനങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അത് കടകംപള്ളി സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ മതിയെന്നായിരുന്നു വിഷയത്തിൽ മാധ്യമങ്ങളോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കടകംപള്ളി സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ കഴക്കൂട്ടത്ത് മത്സരം പൊടിപാറും. ക്യാമറമാൻ സിറിൽ D ലെസ്റ്റിക്കൊപ്പം തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. RSSുമായി ചേർന്ന് മത്സരിച്ചെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശുദ്ധ അസംബന്ധം പറയാൻ മടിയില്ലാത്ത ആളാണ് സതീശനെന്നും അക്കാലത്ത് RSS ആക്രമണത്തിന്റെ ടാർഗറ്റായിരുന്നു താനെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുമെന്ന EMSന്റെ നയമാണ് പിണറായിക്കെന്നും ഡീൽ പുറത്തു വന്നതോടെ LDF പരുങ്ങലിലാണെന്നും മുസ്ലിം ലീഗ് വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും CPIM BJP ഡീൽ എന്ന ആരോപണത്തിൽ ചുറ്റിത്തിരിക്കുകയാണ് കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം. ഡീൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ പോരാടുന്ന മുഖ്യമന്ത്രി ഇന്നും VD സതീശനെ തന്നെയാണ് ലക്ഷ്യമിട്ടത്. അത് ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയും സതീശനും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ്. 1977 അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. ആ ആക്രമണത്തിൻ്റെ ടാർഗറ്റായിട്ട് ഒന്ന് എന്നെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അതായിരുന്നു കാര്യം. CPIM BJP ഡീൽ ആരോപണത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അല്ല, അവർ ഉദ്ദേശിച്ചത് ആളുകളെ പറ്റിക്കാനാണ്. അങ്ങനെ പറ്റാത്ത സ്ഥാനാർത്ഥികളെ ലൈറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കാന്നാണ് വിചാരിച്ചത്. അത് ആളുകൾക്ക് മനസ്സിലായ പിന്നെ ആളുകൾ തിരിഞ്ഞു വോട്ട് ചെയ്യൂലേ. BJPയുമായുള്ള ഡീൽ തെളിയിക്കാൻ KC വേണുഗോപാലിനെ VS സുനിൽകുമാർ വെല്ലുവിളിച്ചു. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? ഡീൽ വിഷയത്തിൽ ഇടതുമുന്നണിയെ കടന്നാക്രമിക്കുന്ന പ്രതികരണം ലീഗ് നേതാക്കൾ ആവർത്തിക്കുകയാണ്. ആരെ പിടിച്ചിട്ടെങ്കിലും പണ്ട് EMS പറഞ്ഞ പോലെ ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടെങ്കിലും അധികാരത്തിലെത്തുക. ആ നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഡീൽ ആരോപണം PR ഏജൻസി എഴുതി കൊടുക്കുന്നതാണെന്നാണ് CPIMന്റെ പ്രതികരണം. ഈ VD സതീശനെ ഈ കൈ ഇങ്ങെടുത്ത് കാണിക്കുന്നതും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതും മുഖം തിരിക്കുന്നതും അതെല്ലാം അവർ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ PR ഏജൻസി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PR ഏജൻസി പറയുന്നതനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീൽ ആരോപണത്തിൽ നിന്ന് കുതിരിമാറാൻ CPIM ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരോപണം ആവർത്തിച്ച് പ്രതിരോധത്തിലാക്കാനാണ് UDFന്റെ ശ്രമം. 24 തിരുവനന്തപുരം.
ഭാര്യ പി കെ ശ്യാമളയോട് മത്സരിക്കേണ്ട എന്ന് പറയാതിരുന്നത് സ്ത്രീവിരുദ്ധമാകുമെന്നതുകൊണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു. വിമതർ മത്സരിക്കുന്ന പയ്യന്നൂരിലും തളിപ്പറമ്പിലും LDF-ന് ഏറ്റവും ഉജ്ജ്വല വിജയം കിട്ടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒപ്പം തന്നെ ഡീൽ ആരോപണത്തിൽ നിന്ന് മാറി വികസന വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ 24-നോട് പറഞ്ഞു. പ്രവർത്തന പശ്ചാത്തലവും പാർട്ടി പദവികളും ഉണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഭാര്യ പി കെ ശ്യാമളയോട് മാറി നിൽക്കാൻ പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിനാണ് അങ്ങനെ പറഞ്ഞാൽ അത് സ്ത്രീവിരുദ്ധമാകുമെന്ന മറുപടി MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായത്. എങ്കിലും മാഷൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് ആ സ്ത്രീവിരുദ്ധ പരാമർശമാണ്. അതുപോലെ അങ്ങനെ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമാണ്. ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ മാറണമല്ലോ, അങ്ങനെയല്ലേ എങ്കിൽ ദുരി അതൊന്ത് പരാമർശ? അത് സ്ത്രീവിരുദ്ധമായതുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുത്തത്. ജനാധിപത്യപരമല്ലേ സമൂഹം, അവർ അവരുടേതായ രീതിയിലല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതാണോ ഏതെങ്കിലും സ്ഥാനമോ അല്ലെങ്കിൽ സ്ഥാനമില്ലായ്മയോ? അല്ല, എൻ്റെ പിൻഗാമിയായി ഭാര്യ പിൻഗാമിയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിൻഗാമിയൊന്നും ഇല്ല കേട്ടോ. ചരിത്രത്തിലില്ലാത്ത വിധം നേതാക്കൾ CPIM വിട്ട് എതിർപ്പാളത്തിൽ മത്സരിക്കുന്ന ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും ബാധിക്കില്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള പാർട്ടിയാണ് CPIM. ഒരു 1.5 ലക്ഷത്തിലധികം അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് ഈ പറയുന്ന പോലെ 3-4 ആളുകൾ അവരുടെ തെറ്റായ നിലപാടിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും ഇതിനേക്കാളത്ത് എത്ര വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. തൂക്കുമരത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന നേതാവാണ് KPR ഗോപാലൻ. ആ KPR ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പോയിട്ടുണ്ട്. പാർലമെൻ്ററി അവസരവാദത്തിൻ്റെ തന്നെ പ്രശ്നമായിരുന്നു അന്നും. MV രാഘവൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. KR ഗൗരിയമ്മിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുമായി താരതമ്യം ചെയ്യാൻ തന്നെ ഇല്ല. G സുധാകരൻ ഇപ്പോൾ പറയുന്ന ഒന്നിനെയും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അയാൾക്ക് ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിലും ഞാൻ മറുപടി പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞോട്ടെ, ഞങ്ങളതിനെ ആരോ മൈൻഡ് ചെയ്യാൻ പോകും. എന്നാലും കൃഷ്ണപിള്ള സ്മാരകത്തിനെ പറ്റിയല്ലേ പറഞ്ഞു? ഇതിനെപ്പറ്റി പറഞ്ഞാലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയി കോൺഗ്രസ് ആയില്ലേ? UDF-ന്റെ തുപ്പിയും കൊച്ചി കുത്തിയിരിക്കുന്ന കാര്യം കണ്ടില്ല നമ്മൾ? അദ്ദേഹം UDF ആയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുന്നതിനുള്ള പരിപക്വമായ രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്നും MV ഗോവിന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി. എന്തിനാണ് മാതൃകാ പെരുമാറ്റച്ചട്ടമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ചോദിച്ചു. നടപടി തുടങ്ങിയെന്നാണ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. വർഗീയ പരാമർശം നടത്തിയ B. ഗോപാലകൃഷ്ണനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. വിദ്വേഷ പരാമർശത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനെന്നും കോടതി. പരാമർശത്തിൽ നടപടി തുടങ്ങിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. 2 മാസത്തിനുള്ളിൽ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് K. ഗോകുൽ സമർപ്പിച്ച ഹർജിയാണ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പരിഗണിച്ചത്. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം. പരാമർശത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. 24 കൊച്ചി. മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ താൻ BJP-യിലേക്ക് കൊണ്ടുവന്നേനെ എന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി മകനും കോൺഗ്രസ് നേതാവുമായ K. മുരളീധരൻ. രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പിതാവിനെ വലിച്ചിഴക്കരുത് എന്നാണ് 24-ലൂടെ പത്മജയ്ക്ക് K. മുരളീധരന്റെ മറുപടി. 24-ന്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ജെൻസി മാനിഫെസ്റ്റോയിലായിരുന്നു കഴിഞ്ഞ ദിവസം K. കരുണാകരനുമായി ബന്ധപ്പെട്ട് മകൾ പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം. ഇന്ന് K. കരുണാകരൻ എന്നൊരു വലിയ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത്തരത്തിലൊരു പാർട്ടി മാറ്റം ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാകുമായിരുന്നോ? ഞാൻ അച്ഛനും കൂടി കൊണ്ടിരുന്നു. അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. കോൺഗ്രസിന് തലപ്പൊക്കമുള്ള നേതാവ് K. കരുണാകരൻ തനിക്കൊപ്പം BJP-യിലേക്ക് വരുമായിരുന്നുവെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വ്യത്യസ്ത ചേരിയിലുള്ള സഹോദരിയുടെ പ്രതികരണത്തിൽ K. മുരളീധരൻ ഇന്നു മറുപടി നൽകി. കോൺഗ്രസ് കൊടിപുതച്ച് മരിക്കാൻ ആഗ്രഹിച്ചയാളാണ് K. കരുണാകരനെന്നും രാഷ്ട്രീയ ഇഷ്ടങ്ങൾക്ക് പിതാവിനെ വലിച്ചിഴക്കരുതെന്നും K. മുരളീധരൻ. അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, കൊടി പറിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു മഹാനായിട്ടുള്ള വ്യക്തിയെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എന്ന് വിചാരിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിനെ വലിച്ചടയ്ക്കാൻ പാടില്ല. K. കരുണാകരൻ DIC പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ പോലും കോൺഗ്രസ് സംസ്കാരം ഉണ്ടായിരുന്നുവെന്ന് K. മുരളീധരന്റെ മകനായ അരുൺ നാരായണനും പത്മജ വേണുഗോപാലിനും മറുപടി നൽകി. പക്ഷെ ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഒരു ഇതായിട്ട് പോകില്ല. ഇപ്പോൾ അദ്ദേഹം DIC എന്നുള്ളൊരു പാർട്ടി രൂപീകരിക്കുമ്പോഴും കോൺഗ്രസ് സംസ്കാരമുള്ള ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ അത് വിട്ടിട്ട് വേറൊരു ദിശയിലേക്ക് അദ്ദേഹം പോവും എന്ന് വിചാരിക്കുന്നില്ല.
കെ കരുണാകരന് കോൺഗ്രസ് മടുത്തിരുന്നുവെന്നും 24 പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പത്മജ വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ കൊളുത്തിവിട്ട ഡീൽ ആരോപണത്തിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ ചർച്ച. കെ മുരളീധരന് പരാജയ ഭീതി കൊണ്ടുള്ള പരിഭ്രമമെന്ന് വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് പ്രതികരിച്ചു. അതേസമയം അരുവിക്കര തിരുവനന്തപുരം ഡീലെന്ന ആന്റണി രാജുവിന്റെ ആരോപണത്തിൽ വിമർശനവുമായി UDF നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ CPM BJP ഡീൽ എന്ന കെ മുരളീധരന്റെ പ്രതികരണമായിരുന്നു ചർച്ചകളുടെ തുടക്കം. അസംബന്ധമെന്ന് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖ പ്രതികരിച്ചപ്പോൾ VK പ്രശാന്ത് കെ മുരളീധരനെ കടന്നാക്രമിച്ചു. അപ്പോൾ ഈ പ്രസ്താവനയുടെ പിന്നിൽ അദ്ദേഹം പരാജയ ഭീതിയിലാണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇതിനിടയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും ഡീലുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗത്തിൽ MLA ആയിരുന്ന ആന്റണി രാജുവാണ് കെ മുരളീധരന് മറുപടി നൽകിയത്. യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്നും അരുവിക്കരയും തിരുവനന്തപുരവുമാണ് ഡീൽ മണ്ഡലങ്ങളെന്നും ആന്റണി രാജു തിരിച്ചടിച്ചിരുന്നു. എന്നാൽ ആന്റണി രാജുവിന് മറുപടിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഞാൻ പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കരുത്. കാരണം തൊണ്ടി മുതൽ അതെന്താ മുതൽ ഞാൻ പറയുന്നില്ല, അത് അടിച്ചു മാറ്റിയിരിക്കുക. ആന്റണി രാജു 2-3 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയില്ല. അപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടണ്ടേ ആളുകൾ? അപ്പോൾ അതുകൊണ്ട് ആന്റണി രാജു അത് പറയുകയാണ്. 5 വർഷക്കാലം ആന്റണി രാജു ഒന്നും ചെയ്തിട്ടില്ല. ഡീൽ വിവാദത്തിന് കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നാണ് BJP സ്ഥാനാർത്ഥികളുടെ നിലപാട്. ശുദ്ധ അസംബന്ധം, അതേ ഉള്ളൂ എൻ്റെ പ്രതികരണം. തിരുവനന്തപുരം സെൻട്രലിൽ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ BJPക്ക് ജയിക്കാൻ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. നിയമവും വട്ടിയൂർക്കാവും കടന്ന് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഡീൽ വിവാദം പടരുന്നതാണ് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് കാഴ്ച. 24 തിരുവനന്തപുരം. ഇനി നിയമത്തേക്ക് വന്നാൽ നിയമമണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ സംവാദത്തിനുള്ള വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ V ശിവൻകുട്ടി. സംവാദത്തിന് തയ്യാറാണെന്നും ഞായറാഴ്ച ഉച്ചയ്ക്ക് മുൻപ് പൂജപ്പുരയിൽ വെച്ച് സംവാദമാകാമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ആ പ്രതികരണങ്ങളിലേക്ക് ഞാനും തയ്യാറാണല്ലോ. പക്ഷെ നുണ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു കണ്ടീഷൻ. ഞാൻ റെഡിയാണ്. പറയൂ വിളിക്കൂ. 29-ാം തീയതി രാവിലെ കൊണ്ട് ഉച്ചവരെ ഞാൻ തയ്യാറാണ്. ഞാൻ പൂജപ്പുര സ്ഥലവും നിർദ്ദേശിക്കുന്നു. അതല്ല, ഇത് ഈ 2 സ്ഥലവും തീയതി വേറെ മാറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം പറഞ്ഞ തീയതിയിൽ ഞാൻ ക്രമീകരിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ഷഫീദ്, ഇത്ര ദിവസം ഡീലാരോപണത്തിൽ കുരുങ്ങിയായിരുന്നു നിയമത്തെയൊക്കെ മത്സരചിത്രം, അല്ലെങ്കിൽ നിയമത്തെയൊക്കെ ഈ മത്സരവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് വികസനവുമായി ബന്ധപ്പെട്ട പരസ്പര വെല്ലുവിളികളിലേക്ക് കടന്നിരിക്കുകയാണോ? അസ്ത, തീർച്ചയായിട്ടും. കാരണം ഈ നിയമം നമുക്കറിയാം ഏത് വിധത്തിലാണ് ശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് എല്ലാ കാലത്തും നിയമം രാഷ്ട്രീയമായി പലതരത്തിലുള്ള മാറ്റങ്ങൾ വിധേയമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമം വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും ഒക്കെ മുൻപ് തന്നെ നമുക്കറിയാം മന്ത്രി V ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയമത്തേക്ക് മത്സരിക്കാൻ ക്ഷണിച്ചതും അദ്ദേഹത്തെ വെല്ലുവിളിച്ചതും ഒക്കെ വലിയ വിവാദമായിരുന്നു. എന്നാൽ അന്ന് VD സതീശൻ അക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തേതാകട്ടെ, ഈ നിയമത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ എന്തൊക്കെ തരത്തിലുള്ള വിവാദങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ ഡീൽ വിവാദം ആദ്യം ചർച്ചയായത് നിയമത്താണ്. പിന്നീട് അഘോരി വിവാദം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തി വിവാദം, പിന്നാലെ V ശിവൻകുട്ടി ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച് കത്തെഴുതിയെന്നൊക്കെയുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പരസ്പരം വെല്ലുവിളിച്ചിരിക്കുന്നത്. അതായത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറും അതേപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള V ശിവൻകുട്ടിയുമാണ് നേർക്കുനേർ എത്തിയിരിക്കുന്നത്. വികസന സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട ഏത് പരസ്യ സംവാദത്തിനും തയ്യാറാണ് താൻ എന്നുള്ള കാര്യം അറിയിച്ചത്. അതിന് പിന്നാലെ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി V ശിവൻകുട്ടി സ്ഥലമടക്കമുള്ള കാര്യങ്ങൾ താൻ നിശ്ചയിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖരനെ നിയമത്തെ വികസനം സംസാരിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നുള്ളതുമായിരുന്നു പറഞ്ഞിരുന്ന കാര്യം. അതിൽ തന്നെ V ശിവൻകുട്ടി പറഞ്ഞത് നിയമത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, O രാജഗോപാലിന്റെ 5 വർഷവും കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിനും നിയമത്തിനും അടക്കം ചെയ്ത കാര്യങ്ങൾ ഉയർത്തി സംസാരിക്കാൻ താൻ തയ്യാറാണ്. അങ്ങനൊരു സംവാദത്തിന് താൻ തയ്യാറാണെന്ന് V ശിവൻകുട്ടി പറഞ്ഞപ്പോൾ നുണ പറയരുത് എന്നുള്ള കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ തിരികെ പറഞ്ഞത്. ഏതായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. 29-ന് ആ വികസനത്തെക്കുറിച്ചിട്ടുള്ള ആ സംവാദം ഇരു സ്ഥാനാർത്ഥികളും തമ്മിൽ പൂജപ്പുരയിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ആകാംക്ഷ. അസിത, ശരി. നമ്മൾ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏത് നിലയിലാണ് എന്ന് നോക്കുകയായിരുന്നു. കോഴിക്കോട് മതസമുദായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു UDF നേതാക്കൾ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുമായി കോഴിക്കോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിനെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും കണ്ടു.
ഇന്നലെ ഖലീലുൽ ബുഖാരി തങ്ങളുടെ കോഴിക്കോട് കടലുണ്ടിയിലെ വീട്ടിലെത്തിയായിരുന്നു വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. സമീപകാലത്ത് സമസ്ത AP വിഭാഗം സ്വീകരിച്ച സമദൂര നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച ശ്രദ്ധേയം. ഇക്കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സമസ്ത നിലപാട് വ്യക്തമാക്കിയിരുന്നു. കൂടിക്കാഴ്ച നിർണായകമായിരുന്നുവെന്നാണ് UDF ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം താമരശ്ശേരി രൂപത അധ്യക്ഷൻ റെമീജിയോസ് ഇഞ്ചനാനിയലുമായി PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തി. തിരുവമ്പാടിയിലെ UDF സ്ഥാനാർത്ഥി CK കാസിമും ഒപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി കണ്ണൂർ തളിപ്പറമ്പിലെ UDF വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനൻ. ആയിരക്കണക്കിന് വോട്ടേഴ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പത്രിക പിൻവലിക്കാത്തതെന്നായിരുന്നു പ്രതികരണം. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത പ്രവർത്തകർക്ക് സീറ്റ് നൽകാതെ CPIM പുറത്താക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് തന്റെ മത്സരമെന്നും കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. ഒരു കാലത്ത് നിങ്ങൾ നോമിനേഷൻ പിൻവലിക്കരുത് എന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാർ എന്നോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ നോമിനേഷൻ പിൻവലിക്കാതെ മുന്നോട്ട് പോയത്. ഞാൻ എടുത്തൊരു നിലപാട്, ആ നിലപാടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തളിപ്പറമ്പിൽ ഉണ്ടാവണം. എത്രയോ വർഷങ്ങൾ രാവും പകലും വ്യത്യാസമില്ലാതെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത എത്രയോ നൂറുകണക്കിന് ആളുകൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുണ്ട്. അവർക്കൊന്നൊരു സീറ്റ് കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ CPM പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന TK ഗോവിന്ദൻ മാസ്റ്റർക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ നോമിനേഷൻ നൽകിയിട്ടുള്ളത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ നിലപാട് മയപ്പെടുത്തി മുതിർന്ന നേതാവ് PJ കുര്യൻ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന പരാമർശത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് PJ കുര്യൻ 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ നിലപാട് വ്യക്തമാക്കിയെന്ന് കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥും പ്രതികരിച്ചു. ആ വിഷയത്തെക്കുറിച്ച് ഈ ഇലക്ഷൻ സമയത്ത് ഒരു ചർച്ചയേ ഇല്ല, ഒരു ചർച്ചയുടെ ആവശ്യവുമില്ല. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നതിന് കോൺഗ്രസിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, ഹൈക്കമാൻഡ് ഉൾപ്പെട്ടതാണ്. അതപ്പോൾ ആ തരത്തിൽ നടക്കും. പ്രസംഗത്തിൽ പറയുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചാനലുകാർക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു അവസരം തരാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അത് സംബന്ധിച്ച് കേരളത്തിൽ ആരും ഒരു പ്രവർത്തനവും അതിനുവേണ്ടി നടത്തേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അതൊരു ഇപ്പോൾ 2011 കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ. 2011 തീരുമാനിച്ച പോലെ തന്നെ 2026 തീരുമാനിക്കും. ഡോക്ടർ MK മുനീറിന് സീറ്റ് നൽകാത്തത് ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തതുകൊണ്ടാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. അനാരോഗ്യം കൊണ്ടല്ല സീറ്റ് നൽകാത്തത്. മുനീറിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച ലീഗ് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. മുനീറിനെ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ചത് ലീഗ് നേതൃത്വം തന്നെയാണെന്നും എളമരം കരീം പ്രതികരിച്ചു. അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ വീട് ജാമ്യം നൽകി, വായ്പക്ക് ജാമ്യം നൽകേണ്ടി വന്നതും അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ ഭാഗമായി ലീഗ് നേതാക്കന്മാരെടുത്ത നിലപാടുകളാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ധാർമ്മികതയുടെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനല്ല, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം, മുനീർ ഉയർത്തുന്ന രാഷ്ട്രീയം ലീഗ് ഉപേക്ഷിച്ച് ലീഗ് പുതിയ രാഷ്ട്രീയ നയത്തിലേക്ക് മാറിയതിൻ്റെ പ്രതിഫലനമാണ്. സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. മതേതരത്വവും മനുഷ്യത്വവും പ്രവൃത്തിയിൽ കൊണ്ടു നടക്കുന്നവരാണ് മുസ്ലിം ലീഗ് എന്ന് ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷത്തിനും സംഘപരിവാറിനുമെതിരെ വിമർശനമുയർത്തിയാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്തത്. രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്ന് 10 വർഷം മുൻപേ തീരുമാനിച്ചതാണ്. സാമുദായിക ധ്രുവീകരണം തടയുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്നും LDFും സംഘപരിവാറും ഒരേ തൂവൽ പക്ഷികളെന്നും ഞെരളത്ത് ഹരിഗോവിന്ദൻ. മാപ്പിള ഇല്ലെങ്കിൽ മാരാര് കൊട്ടുമോ എന്ന് ചോദിച്ചൊരു ലേഖനം എഴുതിക്കൊണ്ടാണ് ഞാൻ എൻ്റെ നിരീക്ഷണം ആരംഭിക്കുന്നത്. ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ വാക്കിലല്ല പ്രവൃത്തിയിൽ മതേതരത്വവും മനുഷ്യത്വവും സൂക്ഷിക്കുന്നവരാണ്. വാക്കിലല്ല, പ്രവൃത്തിയിൽ. ഉപാധികളില്ലാതെയാണ് മുസ്ലിം ലീഗിലെത്തിയതെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുമെന്നും ഹരിഗോവിന്ദൻ വ്യക്തമാക്കി.
KNA ഖാദർ, മരക്കാർ മാറായമംഗലം തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. 24 മലപ്പുറം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പെട്രോൾ ഡീസൽ വില കൂട്ടാതിരിക്കാൻ എണ്ണ കമ്പനികൾക്ക് സഹായവുമായി കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനുമുള്ള എക്സൈസ് തീരുവ 10 രൂപ കുറച്ചു. ഇതിനിടെ ഇന്ധന പ്രതിസന്ധിയിൽ ആശ്വാസമായി LPGയുമായി ജാക്ക് വസന്ത് എന്ന കപ്പൽ കൂടി ഹോർമൂസ് കടന്ന് രാജ്യത്തെത്തി. പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് പരിഗണനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില വർദ്ധിപ്പിക്കാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചത്. പെട്രോൾ ലിറ്ററിന് 13 രൂപയിൽ നിന്ന് 3 രൂപയാക്കി. ഡീസലിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ഒഴിവാക്കി. ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരില്ലെങ്കിലും ഇന്ധന കമ്പനികളുടെ സമ്മർദ്ദം ഒഴിവാക്കി വില വർധനവ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സർക്കാർ. ഇന്നലെ നയാര എനർജി വില കൂട്ടിയപ്പോൾ വലിയ പരിഭ്രാന്തി പടർന്നിരുന്നു. ആഗോളതലത്തിൽ വില വർദ്ധിക്കുന്നതിനാൽ ഇന്ധന എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന് ലിറ്ററിന് 29.5 രൂപയുടെ പുതിയ തീരുവയും ഏർപ്പെടുത്തി. ഇന്ധന തീരുവ വെട്ടിക്കുറച്ചത് അന്താരാഷ്ട്ര അസ്ഥിരതകളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. LPG പ്രതിസന്ധിക്ക് ആശ്വാസമേകി ഹോർമൂസ് കടന്ന ജഗ്ബസന്ത് കപ്പൽ ഗുജറാത്തിലെ തുറമുഖത്തിലെത്തി. പൈൻ ഗ്യാസ് എന്ന മറ്റൊരു കപ്പലും ന്യൂ മംഗലാപുരം തുറമുഖത്ത് ഇന്നെത്തും. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ ലോക്ക്ഡൌൺ അഭ്യൂഹങ്ങൾ തള്ളി. ഈ സമയത്ത് എല്ലാവരും ഉത്തരവാദിത്തപരമായി പെരുമാറണമെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും കേന്ദ്രം പറഞ്ഞു. ആശങ്കകൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായിട്ട് വൈകിട്ട് ഓൺലൈനായി യോഗം ചേരും. 24 ഡൽഹി. LPG സിലിണ്ടർ നൽകിയാൽ മൂന്നാറിലേക്ക് വിനോദയാത്ര ഓഫർ ചെയ്ത ഹോട്ടൽ ഉടമ ആലുവ സാഗർ ഹോട്ടലിന്റെ ഉടമ സഫീറാണ് വ്യത്യസ്ത ഓഫറുമായി എത്തിയത്. വിറകിന് 4 ഇരട്ടിയാണ് വില കൂടിയതെന്നും മറ്റു വഴിയില്ലെന്നും സഫീർ 24-നോട് പറഞ്ഞു. പാചകവാതക ക്ഷാമം ഹോട്ടലുടമകളെ വലച്ചത് ചെറുതായിട്ടൊന്നുമല്ല. ഇനി ഒരടി മുന്നോട്ടു പോകണമെങ്കിൽ ഓഫർ ഇല്ലാതെ നടക്കില്ല. അങ്ങനെയാണ് ഒരു വാണിജ്യ സിലിണ്ടർ നൽകിയാൽ മൂന്നാറിലേക്ക് ട്രിപ്പും ഒരു ദിവസം റിസോർട്ടിലും കുടുംബസമേതം കഴിയാമെന്ന ഓഫറിലേക്ക് ആലുവയിലെ സാഗർ ഹോട്ടലുടമ എത്തിയത്. ഇന്നലെ മുതൽ പലയാളും വിളിക്കുന്നുണ്ട്, വീട്ടിലെ ഗ്യാസ് മതിയോ, വീട്ടിലെ ഗ്യാസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഹോട്ടലിലെ ഗ്യാസ് തന്നെ കിട്ടണം. വാണിജ്യ സിലിണ്ടറുമായിട്ട് വരണം. വാണിജ്യ സിലിണ്ടറായിട്ട് വരണം. 19 കിലോയുടെ സിലിണ്ടർ അല്ലെങ്കിൽ 17 കിലോയുള്ള കുഴപ്പമില്ല. പ്രൈവറ്റ് കുടുംബസമേതമാണ്. അതായത് ഒരു ഭാര്യ, മക്കളുടെ മക്കള്. കുറച്ചു ദിവസം ഹോട്ടൽ അടച്ചിട്ടു. പിന്നീട് വിറകടുപ്പിൽ പാചകം ചെയ്ത് തുറന്നു. വിറകടുപ്പിൽ ജോലി ചെയ്യാൻ തൊഴിലാളികൾ തയ്യാറാകുന്നില്ലെന്നും ഹോട്ടലുടമ ആരിഫ് പറയുന്നു. അപ്പോൾ പുതുവഴി. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വിറകിലാണെങ്കിൽ വിറകിന് ഇപ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ 4 രൂപയായിരുന്നു കിലോക്ക് ഉള്ളത്. ഇപ്പം അത് 15-20 ആയി വിറകിൻ്റേത്. അത് മാത്രമല്ല, പണ്ടൊക്കെ വിറകടുപ്പാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് അതിനുള്ള സജ്ജീകരണം കിച്ചണിലുണ്ടായി. ഇന്ന് പുക പോകാനുള്ള സജ്ജീകരണം ഇല്ലല്ലോ. മറ്റേ എക്സോസ് ഫാൻ, മറ്റേ ചിമ്മണിയൊക്കെ ഉണ്ടാവും. അപ്പം അതിനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലിക്കാർ നിൽക്കൂല. വീട്ടിലെ സിലിണ്ടർ കണ്ടു വിളിക്കല്ലേ, കാര്യമില്ല. വാണിജ്യ സിലിണ്ടർ നൽകാനുണ്ടോ? ചലോ മൂന്നാർ. 24 കൊച്ചി. സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് വീണ്ടും സമരത്തിൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മീഡിയേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയിലും തീരുമാനമുണ്ടായില്ല. തെക്കൻ ജില്ലകളെ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല. 26 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും സമരം ചെയ്യുന്നത്. UNA-യുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയിലാണ് അനിശ്ചിതകാല സമരം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും ആശുപത്രി മാനേജ്മെന്റുകളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നത്. വ്യവസ്ഥകളിൽ പിന്നോട്ടില്ലെന്നും ധാരണയിലെത്താത്ത ആശുപത്രികളിൽ സമ്പൂർണ്ണമായി പണിമുടക്കുമെന്നും UNA വ്യക്തമാക്കി. കൊച്ചിയിൽ രാവിലെ 9 മണിയോടെയാണ് നഴ്സുമാർ സമരം ആരംഭിച്ചത്. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് സമരമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. തെക്കൻ ജില്ലകളെ സമരം കാര്യമായി ബാധിച്ചിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വ്യക്തിയവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ നടൻ മോഹൻലാലിന് ആശ്വാസം. മോഹൻലാലിന്റെ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും അടക്കം നീക്കം ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി. മോഹൻലാലിന്റെ ചിത്രം അനുവാദമില്ലാതെ ഉപയോഗിച്ചത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു. വ്യാജ ചിത്രങ്ങൾ, വീഡിയോകൾ തുടങ്ങിയ വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തി പുതിയ അപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. മോഹൻലാലിന്റെ അനുവാദമില്ലാതെ സമൂഹമാധ്യമങ്ങളിൽ വന്ന ലിങ്കുകൾ നീക്കാൻ
മെറ്റയ്ക്കും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കും കോടതി നിർദ്ദേശം നൽകി. എന്തിനാണ് മോഹൻലാലിന്റെ ചിത്രം അനുവാദമില്ലാതെ ഉപയോഗിച്ചതെന്ന് ഇ-കൊമേഴ്സ് സ്ഥാപനത്തോടും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു. വൈകിട്ട് 4:30-ക്കുള്ളിൽ നീക്കിയ ലിങ്കുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശേഷം ഡൽഹി ഹൈക്കോടതി കേസിൽ ഇടക്കാല ഉത്തരവിറക്കും. ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, സോനാക്ഷി സിൻഹ തുടങ്ങിയവർക്ക് ശേഷമാണ് മോഹൻലാലും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല. സഹകരണ വകുപ്പിൽ നടന്നത് 700 കോടിയുടെ അഴിമതിക്കുള്ള നീക്കമെന്ന് ചെന്നിത്തല ആരോപിച്ചു. ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ നിശ്ചയിച്ചിരുന്ന 206 കോടിയുടെ കരാർ അവസാന നിമിഷം മാറ്റി നൽകിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അഴിമതി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള കരാറിലെന്നാണ് ആരോപണം. CPM നിയന്ത്രണത്തിലുള്ള 2 കമ്പനികൾക്ക് ടെൻഡർ നൽകാൻ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCSക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. ജിബിൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഇപ്പോൾ കൃത്യമായ രേഖകളൊക്കെ നിരത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണം. മുൻപും സമാനമായ രീതിയിൽ ഇത്തരം ടെൻഡറുകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയ ആളാണ് സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല. ഇപ്പോൾ എന്താണ് ഈ നിലവിൽ ഇലക്ഷൻ ഈ രീതിയിൽ നടക്കാൻ പോകുന്ന സമയത്തുള്ള ഈ നീക്കത്തിന് പിന്നിൽ? ഒപ്പം എന്തൊക്കെ രേഖകൾ മുൻനിർത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണങ്ങൾ? ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം കനത്ത രീതിയിൽ ആ ഒരു ചൂടിലേക്ക് കടക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ സഹകരണ വകുപ്പിനെയും ഗുരുതരമായ ഒരു സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ സഹകരണ വകുപ്പിൽ ഏകദേശം 700 കോടി രൂപയുടെ ഒരു തട്ടിപ്പിന് നീക്കം നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ടെൻഡർ വിളിച്ചിരുന്നത്. ഈ ടെൻഡർ ലഭിച്ചിരുന്നത് TCS എന്ന് പറയുന്ന കമ്പനിക്കാണ്, പൊതുമേഖലാ കമ്പനിക്കാണ്. 206 കോടി രൂപയുടെ, അതായത് 4415 പ്രാഥമിക സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് 206 കോടി രൂപയ്ക്കാണ്. ഇത് TCS ആദ്യം ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരുന്നത്. പിന്നീട് TCSൽ നിന്ന് ആ ടെൻഡർ പിൻവലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെയല്ല, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് CPMന്റെ അധീനതയിലുള്ള 2 സൊസൈറ്റികൾക്ക്, ദിനേശ് BD സഹകരണ സംഘത്തിനും മറ്റൊരു സംഘത്തിനും ഈ ടെൻഡർ നൽകുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ 206 കോടി രൂപയ്ക്ക് TCS എടുത്തിരുന്ന ടെൻഡർ മറിച്ച് നൽകിയത് 700 കോടി രൂപയ്ക്കാണ് ഈ മറ്റു 2 സഹകരണ സംഘങ്ങൾക്ക് നൽകിയതെന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് TCS ആദ്യം ഈ 206 കോടി രൂപയ്ക്ക് ടെൻഡർ എടുക്കുന്നു. അതിനുശേഷം ഈ ടെൻഡർ റദ്ദാക്കിക്കൊണ്ട്, കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാപനം മതി ഇത്രയും ഒരു കാര്യം, അതായത് സഹകരണ സംഘങ്ങൾക്കുള്ള ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നുള്ള ആളുകൾ മതി എന്ന തരത്തിലേക്ക് ടെൻഡറിൽ ഉപാധികൾ വെച്ചു. അതിനുശേഷമാണ് TCSന് പിന്നീട് രണ്ടാമത് ടെൻഡർ വിളിച്ച സമയത്ത് ഉപാധികൾ പാലിച്ചുകൊണ്ട് ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ദിനേശ് BD സഹകരണ സംഘത്തിനും മറ്റൊരു സഹകരണ സംഘത്തിനും ഈ ഒരു ടെൻഡർ ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആദ്യം ലഭിച്ചിരുന്ന ടെൻഡർ എന്ന് പറയുന്നത് അത് ലഭിച്ചിരുന്ന TCSനാണ്. TCS സ്വമേധയായി ഈ ടെൻഡറിൽ നിന്ന് പുറത്തേക്ക് പോയതാണോ അതോ ഈ ഉപാധികൾ വെച്ചുകൊണ്ട് TCSന് ഈ ടെൻഡറിൽ നിന്ന് പുറത്താക്കിയതാണോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും സഹകരണ വകുപ്പിനെതിരെയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകാൻ കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ടെൻഡർ നടപടികളായി മുന്നോട്ട് പോവുകയും 700 കോടി രൂപയുടെ തട്ടിപ്പ് സഹകരണ മേഖലയിൽ നടക്കുകയും ചെയ്യുമായിരുന്നു എന്നുകൂടിയാണ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ ചരിത്രത്തിലെ 11ാം മൂറോൻ കൂദാശ സഭാസ്ഥാനമായ ദേവലോകത്ത് നടന്നു. ബസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ഓറിയന്റൽ റഷ്യൻ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. 8 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് മലങ്കര സഭാ ആസ്ഥാനമായ ദേവലോകത്ത് വീണ്ടും അതിവിശുദ്ധ മൂറോൻ കൂദാശ നടന്നത്. മലങ്കരയിലെ ആദ്യ മൂറോൻ കൂദാശയ്ക്ക് 150 വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് ഇക്കുറി സുഗന്ധ തൈലം വിശുദ്ധീകരിച്ചത്.
സഭാധ്യക്ഷൻ ബസാലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൂറോൻ എന്നാൽ പരിമള തൈലം എന്നാണ് അർത്ഥം. വിദേശ രാജ്യങ്ങളിൽ നിന്നും കാശ്മീരിൽ നിന്നും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് മൂറോൻ ഉണ്ടാക്കുന്നത്. ദിവ്യമായ കുദാശയിലൂടെ ബൽസാം തൈലവുമായി ചേർത്ത് വിശുദ്ധീകരിക്കുന്നതിലൂടെ മൂറോൻ പവിത്രമാക്കപ്പെടുന്നു. മാമോദിസ, പള്ളികളുടെ കൂദാശ എന്നിവയ്ക്ക് വേണ്ടിയാണ് മൂറോൻ എന്ന വിശിഷ്ട തൈലം ഉപയോഗിക്കുന്നത്. 24 കോട്ടയം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. 2001-ലും 2006-ലും പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി. വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ കണ്ട് VD സതീശൻ പിന്തുണ തേടിയെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു 24-നോട് പറഞ്ഞു. അന്ന് RSS നേതാക്കളുമായി VD സതീശന് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും RV ബാബു പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. VD സതീശൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇനി ഞാൻ കൊടിലുകൊണ്ട് പോലും RSSനെ തൊട്ടിട്ടില്ല എന്നായിരുന്നു. പക്ഷേ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുജി ഗോൾവൽക്കറിൻ്റെ ചിത്രത്തിന് മുമ്പിൽ തിരികൊളുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോ അടക്കം ഇട്ട് ഞാനത് പറഞ്ഞ സമയത്ത് അന്ന് VD സതീശൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് 1000 വട്ടം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇന്ന് രാവിലെ VD സതീശൻ ഒരു TV ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. അദ്ദേഹം സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി തന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാണ്. 2001-ലും 2006-ലും ആ കാര്യം പറയുമ്പോൾ VD സതീശൻ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇന്നും ആ വ്യക്തി അധിക്ഷേപം ഉന്നയിച്ചു. എന്തായാലും ഈ രീതിയിലുള്ള പുതിയ പ്രതികരണങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ കൃത്യമായി അന്നത്തെ ചിത്രങ്ങൾക്ക് സഹിതമാണ് ഒരു വിമർശനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും പ്രതിപക്ഷ നേതാവിനെതിരെ. പിന്നീട് അത് കേരളം ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിന്ദു ഐക്യവേദിയും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം, അതിൽ അന്ന് അത് സംഭവിച്ചിരുന്നു, RSSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ RSSുമായി നേതാക്കളെ കണ്ട് സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നൊക്കെ കൃത്യമായി പറയുകയാണ്. അത് മുമ്പ് വന്ന ആരോപണമാണ് അല്ലേ? അതെ, തീർച്ചയായും അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ 2 വർഷങ്ങളിലെ കാര്യം ഹിന്ദു ഐക്യവേദി സ്ഥിരീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, വലിയ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ ഈ RSS ബന്ധവുമായി ബന്ധപ്പെട്ട്. അതിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി VD സതീശൻ അവരുമായി സഹകരിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നത് അല്ലേ? അക്ഷിത, തീർച്ചയായും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്ലെങ്കിൽ വോട്ടിനായി VD സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗോൾവാക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കുന്ന ചിത്രം പങ്കുവച്ചത് വലിയ ചർച്ചയാവുകയും അതിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഡീലും കാര്യങ്ങളുമൊക്കെ മുൻപും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്തത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം നടന്നിട്ടുണ്ട് എന്നാണ് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് പറയുന്നത് എന്നുള്ളതാണ്. അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറയുന്നത് 2001-ലും 2006-ലും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് 2001-ലും 2006-ലും ഇന്നത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല. RSSനോട് ഇത്രയധികം വിരോധമോ കാര്യങ്ങളോ ഒന്നും വെച്ചു പുലർത്തിയിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ ആത്മബന്ധം ഈ RSSന്റെ നേതാക്കളുമായി VD സതീശൻ വെച്ചു പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് പറവൂരിലേക്ക് അത്തരത്തിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചൊക്കെ പിന്തുണ തേടിയൊക്കെ ഇതിൽ കൂടിക്കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. RSSനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്തുണ എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശീലം RSSനുള്ള ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ശീലമില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് RV ബാബു പറയുന്നത്. എന്നിരുന്നാലും 2001-ലും 2006-ലും വോട്ട് അഭ്യർത്ഥിച്ച് പിന്തുണ തേടിയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ VD സതീശൻ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ്, 2001-ന് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശൻ പരാജയപ്പെട്ടതിന് ശേഷം പറവൂരിലെ വിജയത്തിനായാണ് ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും പിന്തുണ തേടുകയും ചെയ്തത് എന്നാണ് RV ബാബു പറയുന്നത്. ഇത് മുൻപും താൻ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ഗോൾവാക്കർ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്ത കാര്യമൊക്കെ താൻ മുൻപ് വെളിപ്പെടുത്തുകയും അത്തരത്തിലുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ തനിക്കെതിരെ വ്യക്തി അധിക്ഷേപമാണ് അന്ന് നടത്തിയത്. പക്ഷേ ഇന്ന് അത് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി അടക്കം അത് പറയുന്നു. ഇപ്പോൾ അത് നിഷേധിക്കാനാവുന്നില്ല എന്നടക്കമാണ് RV ബാബു പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ
ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി ലിഡിയ, എന്തായാലും പ്രജിൻ, വലിയ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഹിന്ദു ഐക്യവേദി ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ കൂടി നടത്തുന്നത്. അവർ സ്ഥിരീകരിക്കുകയാണ് വി ഡി സതീശൻ RSSന്റെ സഹായം തേടിയിരുന്നു, അതവർ നൽകുകയും ചെയ്തിരുന്നു, അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നതടക്കം. സ്വാഭാവികമായും വലിയ ചർച്ചകൾ ഉണ്ടാകും അതിൽ വരും മണിക്കൂറുകളിൽ. തീർച്ചയായിട്ടും. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഷാർജയിൽ കഫ്റ്ററിയിൽ ജോലി ചെയ്തിരുന്ന മലയാളി യുവാവ് കുത്തേറ്റു മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചാലക്കര സ്വദേശിയായ നിഷാദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കരുവമ്പൊയിൽ സ്വദേശിയും സഹപ്രവർത്തകനുമായ ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വർഷ, എന്താണ് സംഭവിച്ചത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? അസിത, പ്രജിൻ, ഇന്നലെയാണ് സംഭവം. ഷാർജയിലെ കഫ്തേരിയയിൽ ജോലി ചെയ്യുകയായിരുന്ന മലയാളി യുവാവാണ് കുത്തേറ്റ് മരിച്ചത്. ഈ കുത്തിയതും മറ്റൊരു മലയാളി തന്നെയാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രണ്ടുപേരും സഹപ്രവർത്തകരാണ്. എന്താണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ മരണപ്പെട്ടത് ഡെലിവറി ബോയ് ആണ്. ഈ കുത്തിയത് ഒരു ജ്യൂസ് മേക്കറാണ്. എന്തായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കരുവമ്പൊയിൽ സ്വദേശിയായിട്ടുള്ള സഹപ്രവർത്തകനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി. 1 PM ന്യൂസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ദൂരദർശനിൽ സെൻസറിംഗ് എന്ന പരാതി. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയുടെ പ്രക്ഷേപണത്തിൽ BJP വിമർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതാണ് പരാതിക്കിടയാക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിക്ക് എത്തിയപ്പോഴാണ് വിമർശനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടെ ബിനോയ് വിശ്വം പ്രക്ഷേപണം നടത്താതെ തിരിച്ചുപോയി. ഏറ്റവും നല്ല ഭാഷയിൽ, മിതമായ ഭാഷയിൽ, പ്രകോപനമില്ലാതെ പൂർണ്ണമായിട്ടും ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട ആ ടെസ്റ്റിനെയാണ് BJP രാഷ്ട്രീയത്തിൻ്റെ കൽപ്പന പ്രകാരം ദൂരദർശൻ അധികൃതന്മാർ ഇന്ന് വെട്ടിമാറ്റാൻ ശ്രമിച്ചത്. ആ നയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നിരിക്കുന്നത്. അപ്പോൾ 1 PM ന്യൂസിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി ഒരുപാട് വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ഇനി 13 ദിവസം മാത്രമാണ് ഇനി ഇലക്ഷന് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും കൃത്യമായി വോട്ടേഴ്സിനെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും എല്ലാം തന്നെ. അതേസമയം വിവാദങ്ങൾക്കും ഒരു കുറവില്ല, അല്ലേ? തീർച്ചയായും പുതിയ വിവാദങ്ങൾക്ക് ഇന്ന് തിരിതെളിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കട്ടെ. 1 PM ന്യൂസ് ഇവിടെ ഇപ്പോൾ പൂർണ്ണമാകുകയാണ്.